മലയാളം ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പരമ്പരയാണ് ഉപ്പും മുളകും. ബാലവും ലീലയും മക്കളും ഒക്കെ അടങ്ങുന്ന വലിയ കുടുംബത്തിന്റെ കഥ വല്ലാതെ പ്രേക്ഷകരെ സ്വാധീനിച്ചു. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി താരങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് പ്രമുഖരായ പല താരങ്ങളും മാറി നിൽക്കുകയാണ്. ഇതിനിടയിലും നല്ല രീതിയിൽ ഉപ്പുമുളകും മുന്നോട്ടു പോകുന്നുമുണ്ട്. ഏറ്റവും പുതുതായി വാലന്റൈൻസ് ഡേക്ക് ഉപ്പുമുളകും ടീം ഒരുക്കിയ എപ്പിസോഡിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. പരമ്പരയിൽ വീണ്ടും ഒരു കല്യാണം നടന്നതിന്റെ വിശേഷങ്ങളാണ് താരങ്ങൾ പറഞ്ഞത്. പരമ്പര തുടങ്ങിയ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയായിട്ടാണ് കേശു എന്ന കഥാപാത്രത്തെ അൽസാബിത്ത് അവതരിപ്പിച്ചത്. ഇപ്പോൾ കേശു വളർന്ന് വലുതായി വിവാഹം കഴിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിലാണ് സമാനമായ രംഗങ്ങൾ ഉണ്ടായിരുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ കേശുവിനുണ്ടായിരുന്ന ക്രഷാണ് അലീന ഫ്രാൻസിസ്. വർഷങ്ങൾക്കിപ്പുറം അലീന വീണ്ടും പരമ്പരയിലേക്ക് എത്തി. വാലന്റൈൻസ് ദിനത്തോടനുബന്ധിച്ച് അലീന ഫ്രാൻസിസ് കേശുവിന് സമ്മാനവുമായി വരികയാണ്. വീട്ടിൽ ആരുമറിയാതെ കേശു തിരിച്ചു സമ്മാനം കൊടുത്തു. സമാനമായ രീതിയിൽ മെർലിൻ എന്ന കഥാപാത്രവും കേശുവിന് സമ്മാനം കൊടുത്തിരുന്നു. ഇത് രണ്ടു പൊട്ടിച്ചു നോക്കുമ്പോൾ ഒരേ സമ്മാനങ്ങളായിരുന്നു. രണ്ടാളും ഒരുമിച്ച് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് എല്ലാവരും പറഞ്ഞു. ഇതിനിടയിലാണ് കേശു മെർലിനെ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നത്. ക്രിസ്ത്യൻ ആചാരപ്രകാരം വിവാഹിതരായ ശേഷം കാറിൽ വീട്ടിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണുള്ളത്. ശേഷം വീട്ടുകാർ തമ്മിൽ വഴക്കുണ്ടാകുന്നു. അതിനിടയിൽ അലീന ഫ്രാൻസിസും എത്തുന്നു. കേശു വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് താൻ ഇങ്ങനെ വന്നതെന്നായി അലീന. എന്നാൽ ഇവൾ സമയം തെറ്റിയാണ് വന്നതെന്നും രാവിലെ വിവാഹം കഴിക്കുകയും വൈകുന്നേരമാണ് അലീനയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്നും കേശു പറയുന്നു. ഇതോടെ രണ്ടുപേരും കേശുവിനെ എറിഞ്ഞോടിക്കുകയാണ്. സത്യത്തിൽ പാറുക്കുട്ടി കണ്ട സ്വപ്നമായിരുന്നു ഈ വിവാഹം. മുൻപ് സമാനമായ രീതിയിൽ ഉപ്പുമുളകും കുട്ടികൾ വിവാഹിതരാവുന്നത് കാണിച്ചിരുന്നു. 1000 എപ്പിസോഡ് പൂർത്തിയായപ്പോഴാണ് ലച്ചുവിന്റെ വിവാഹം നടത്തിയത്. ഈ രീതിയിൽ കഥ അധികം മുന്നോട്ട് പോയിരുന്നില്ല. പിന്നീട് മൂത്ത മകനായ വിഷ്ണു എന്ന മുടിയനെ വിവാഹം കാണിച്ചിരുന്നു. എന്തായാലും വളരെ രസകരമായ രീതിയിലാണ് ഈ കല്യാണം അവതരിപ്പിച്ചിരിക്കുന്നത്.